ആക്ക് പറഞ്ഞ വാക്കാരിക്കണ്ടേ. അവനോട് പറഞ്ഞു നേരത്തെ എടി പാസ്പോർട്ട് എടുത്ത് വയ്ക്കണേ, നമുക്ക് നാട്ടിൽ വരുമ്പം സെറ്റാക്കണം എന്ന് പറഞ്ഞു. പാസ്പോർട്ട് ആയിട്ടില്ല. പിന്നെ നീ വരുമ്പോൾ ഷെയ്ഖിനോട് പറഞ്ഞ് പാസ്പോർട്ട് ഇല്ലാണ്ട് എന്നെ കൊണ്ടുപോകാനുള്ള വല്ല വഴിയും റെഡിയാക്കണം. ഷെയ്ഖിനോട് പറ, പാസ്പോർട്ട് പണ്ടാരക്കാലന്മാർ തരുന്നില്ല, പല അഡ്രസ്സ് ആയതുകൊണ്ട്. പലയിടത്തും പല അഡ്രസ്സാണ് കിടക്കുന്നത്. ജനിച്ചതൊരിടത്ത്, വളർന്നതൊരിടത്ത്, പഠിച്ചതൊരിടത്ത്, ഇതൊക്കെ ആയതുകൊണ്ട് മൊത്തത്തിൽ കൺഫ്യൂഷനായിട്ടിരിക്കുകയാണ്. ഇനി അവസാനം എന്നെ കേരളത്തിൽ നിന്ന് അടിച്ചോടിക്കുമെന്ന് എനിക്കറിയില്ല. ഇനി അവസാനം ഞാൻ ഇന്ത്യക്കാരി അല്ലാന്നെല്ലാം പറഞ്ഞുണ്ടാക്കുമോ? ഇല്ല, ഇന്ത്യയിലല്ലേ ഗുജറാത്തിനപ്പുറം നോ. ഞാൻ ഗുജറാത്തിൽ തന്നെയാണ് ജനിച്ചത്. പിന്നെ പാസ്പോർട്ട് കിട്ടുന്നില്ലടാ. നീ വരുന്നതിന് മുന്നേ നോക്കാം. നല്ല അറബിയോട് പറ. അറബീൻ്റെ റെക്കമെൻഡേഷൻ കാരണം നമുക്ക് നമ്മുടെ എന്ത് ഫ്ലൈറ്റാണ് നമുക്ക് അവരോട് പറയാം. ചിലപ്പോൾ അവർ ഫ്രീ ആയിട്ട് കൊണ്ടുപോയാലായി. കാരണം റേറ്റും കുറവായിരിക്കും. ഏത് ഫ്ലൈറ്റാണ്, ഫ്ലൈറ്റിൻ്റെ പേരും മറന്നേ. അപ്പോൾ പിന്നെ ആരെയും കണ്ടില്ല, വിളിച്ചില്ല എന്നൊന്നും പറയരുത്. വരുന്നവർക്കൊന്നും തരാൻ പോകുന്നില്ല. ചായ, കടി, എനിക്ക് എന്താണ് ഇഷ്ടം അതേ തരുള്ളൂ. ചായ, പപ്സിന് വില കൂടുതലാണ്. ബിസ്ക്കറ്റ്, റൂട്ടിൻ്റെ ബിസ്ക്കറ്റ്, അത് മാത്രമേ തരുള്ളൂ. ആരും വരണമെന്നില്ല. ഇതിനാണ്. അപ്പം നമ്മളെ കല്യാണം കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് ഷെയ്ഖിൻ്റെ അടുത്ത് പോകും. അതാണ് പേടി. എന്നെ ഷെയ്ഖിൻ്റെ അടുത്ത് കൊണ്ടുപോകാനാണ് അവന് പേടി. പേടിക്കൊന്നും വേണ്ടടാ. നമുക്ക് ഷെയ്ഖിൻ്റെ താറ് മാത്രമേ എനിക്ക് വേണ്ടുള്ളൂ. ഷെയ്ഖിൻ്റെ ഓഡിയോ ഒന്നും എനിക്ക് വേണ്ട, എനിക്കിഷ്ടമല്ല താറ്. ഷെയ്ഖിൻ്റെ കയ്യിൽ നിന്ന് താറിൻ്റെ പൈസ കിട്ടുമ്പോൾ നമുക്കിങ്ങ് പോരാം. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? നാട്ടിലൊന്ന് സെറ്റാവാം. പിന്നെന്താ, എല്ലാവർക്കും പേടി. എന്നോടൊരു ഇഷ്ടം പറയാൻ കൂടെ പേടി. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞല്ല, അല്ലാണ്ട് ഒരുത്തനും പറയുന്നില്ല എന്നോടൊരു ഇഷ്ടം പറയുന്നില്ല, പേടിച്ചിട്ട്. എന്താണ് അവന്മാർക്ക് അത്ര പേടിയെന്ന് അറിയില്ല. ഞാൻ തല്ലിക്കൊല്ലുമെന്ന് വിചാരിച്ചിട്ടാണ്. അത് ഉറപ്പാണ്. പറ്റിച്ചാൽ തല്ലിക്കൊല്ലും. എൻ്റെ അടുത്ത് പറ്റിക്കലൊന്നും നടക്കൂല എന്നറിയാം. പിന്നെ ഇവിടെ അബ്ബാസ്, നീ തടിയുണ്ടാ? ഇല്ലെങ്കിൽ വല്ലതും തിന്ന് തടിച്ചിട്ട് വേണം വരാനിട്ടാ. ഇവിടെ ഒന്ന് മെലിഞ്ഞ ആളെ കാണുകയാണെങ്കിൽ ഞാൻ അപ്പം ഇവിടെ ബോധം കേട്ട് വീഴും. പറഞ്ഞില്ല വേണ്ടില്ല. നമ്മൾ കണ്ടിട്ടില്ലല്ലോ, ആദ്യമായിട്ട് കാണാൻ പോവല്ലേ. പിന്നെ പൈസയൊക്കെ കൊണ്ടുവരുന്ന കൊള്ളാം. കുറേ കാലത്ത് എത്ര കൊല്ലം ഇന്ന് അവിടേക്ക് പോയിട്ട് ഇത്ര നാളത്തെ ശമ്പളമില്ലേ? ഇതൊക്കെ എവിടെ ചിലവാക്കിയെന്ന് ചോദിച്ചിട്ട് എൻ്റെ വക അടി പ്രതീക്ഷിക്കാം. കണക്കും കാര്യങ്ങളൊക്കെ അറിയണം. എന്തായാലും അങ്ങോട്ട് തന്നെ കൊണ്ടുപോകാനുള്ളതല്ലേ. പിന്നെന്താ, പിന്നെ ഫോണ് വരുമ്പോഴേ എൻ്റെ കയ്യിൽ തരണം. ഫുള്ള് ചെക്ക് ചെയ്യാനുള്ളതാണ്. പിന്നെന്താടാ വേണ്ടേ? നല്ല